നാളും കൊണ്ട് എൻ്റെ കബോർഡിൽ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഇരുന്നിട്ട് പറയാം ഞങ്ങളെ ഒന്ന് പുറത്തോട്ട് ഇറക്കുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്തേക്ക് ഇറക്കിയേക്കാമെന്ന്. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഞാൻ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ. മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല, അത് ഉണങ്ങട്ടെ. അതിനുള്ളിൽ നമുക്ക് ചെറിയൊരു മേക്കപ്പ് ചെയ്യാമേ. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു സൺസ്ക്രീൻ വൈപ്പാണ് കേട്ടോ. അതിനുശേഷം കൺസീലർ എൻവൈബയുടെ കൺസീലറാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 07 ആണ്. പിന്നെ കണ്ണിന് ചുറ്റും പിന്നെ എന്താ പറയുക ഡാർക്ക് സ്പോട്ട് ഉള്ളിടത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എങ്കിലും എൻ്റെ ഫേസിലെ ഡാർക്ക് സ്പോട്ട് ഹൈഡ് ചെയ്യണമെങ്കിൽ ഒരു ബോട്ടിലൊന്നും തികയില്ല കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം നല്ല എടുത്തറിയുന്നിടത്തൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലെൻഡ് ചെയ്തു. പിന്നെ കോമ്പാക്ട് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റാക്കി കൊടുത്തു. പിന്നെ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് മടിയാണ് സാറേ, വേറെ ഒന്നുമല്ല. എന്താ ചെയ്യുക, ഒരു 2-3 വീഡിയോസ് ഇട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മടി എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയത്തില്ല. ഓക്കെ, അതിനുശേഷം ഐ ഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് പിരിവ് എഴുതി കൊടുത്തു. കണ്ണിന് മുകളിൽ ഐലൈനർ വെച്ച് എഴുതി കൊടുത്തു. ദെൻ ഒരു സ്റ്റുഡിയോയുടെ ഒരു കാജലാണ് കേട്ടോ. നല്ല കാജൽ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഓക്കെ അത്ര തന്നെ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, ജസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെന്താ, ഓക്കെ. അപ്പോൾ കണ്ണിന് താഴെ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ സ്ട്രോപ്പ് ക്രീം, എൻവൈബയുടെ സ്ട്രോപ്പ് ക്രീം അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇതിൻ്റെ പ്രത്യേക റിവ്യൂ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അത് ചിൻ അതേപോലെ ഐബ്രോയുടെ ആ ഒരു താഴെ അതിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിർത്തും. പിന്നെ ലിപ്സ്റ്റിക്ക്, ദെൻ ഇനിയൊന്നുമില്ല. ഇനി മുടി ഒന്ന് അല്ല സെറ്റിംഗ് സ്പ്രേ കേട്ടോ. ഒന്ന് മേക്കപ്പ് സെറ്റായിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റിംഗ് സ്പ്രേ എൻവൈബയുടെ ആണ്. ദെൻ ഒന്ന് ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് സെറ്റാക്കി കൊടുത്തു. ഇനി നമുക്ക് ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് കാണാം കേട്ടോ. മുടി ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ലുക്കെന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് വലിയ ഓവർ മേക്കപ്പ് ഒന്നും ചെയ്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് കൺസീലർ, കോമ്പാക്റ്റ്, ലിപ്സ്റ്റിക്ക്, പിന്നെ നോർമലി ഐലൈനർ, കജള, ഇതൊക്കെ തന്നെ കേട്ടോ. ഇതൊക്കെ തന്നെ ധാരാളം അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ഡ്രസ്സ്. ഈദ് മേക്കപ്പ് ലുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു നെക്ക് പീസാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ വേറെ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എങ്ങനെ, സബ്സ്ക്രൈബ് ചെയ്യല്ലേ. ബൈ.